ഹലോ സ്റ്റുഡൻസ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത റോട്ടറി കംപ്രസസിൽ വരുന്ന ഒരു ടൈപ്പ് ആയിട്ടുള്ള റൂട്ട് ബ്ലോവേഴ്സിനെ പറ്റിയാണ്. ദെൻ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെയിൻ കംപ്രസസിനെ പറ്റിയാണ്. റൈറ്റ്. ആക്ച്വലി ഇത് ഈ സ്കീമാറ്റിക് ഡയഗ്രം എന്ന് പറയുന്നത് ഒരു വെയിൻ കംപ്രസറിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാണ്. ഓക്കെ, ഇതിൻ്റെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇനീഷ്യലി നമുക്ക് അതിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണ് നോക്കാം. ഇനീഷ്യലി ഒരു ഡിസ്ക് ഉണ്ടാവും. അതിൻ്റെ നോർമലായിട്ടുള്ള ഒരു പ്രൈമോറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഷാഫ്റ്റിൻ്റെ മുകളിൽ കണക്റ്റഡ് ആയിട്ട് ഒരു ഡിസ്ക് ഉണ്ടാവും. ഇത് എപ്പോഴും റൊട്ടേറ്റ് ചെയ്യുക എക്സെൻട്രിക്കലി ആയിരിക്കും ഇൻ എയർ ടൈറ്റ് കേസിങ്. എന്ന് വെച്ചാൽ ഈ കേസിങ്ങിൻ്റെ സെൻറ്ററും ഈ ഡിസ്കിൻ്റെ സെൻറ്റർ തമ്മിൽ എക്സെൻട്രിക് ആയിരിക്കും. ഒരേ പോയിന്റിലല്ല ഇതിൻ്റെ സെൻറ്റർ വരിക. ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്ന റോട്ടർ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഡിസ്ക്കാണ്. ഈ ഡിസ്ക് കേസിങ്ങിനെ സംബന്ധിച്ചോളം എന്താണ്, ഒരു എക്സെൻട്രിക് റൊട്ടേഷൻ ആയിരിക്കും. അപ്പോൾ എന്തുവരും, ഈ ഗ്യാപ്പ്, ഈ കേസിങ്ങും ഈ റോട്ടറും തമ്മിലുള്ള ഗ്യാപ്പ് എന്താണ്, ഓരോ പൊസിഷനിലും ഡിഫറെൻ്റ് ആയിരിക്കും. റൈറ്റ്. ദെൻ നെക്സ്റ്റ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് എ സെറ്റ് ഓഫ് സ്പ്രിംഗ് ലോഡഡ് വെയിൻസ് ആർ മൗണ്ടഡ് ഓൺ ദിസ് ഡിസ്ക്. റൈറ്റ്. ആക്ച്വലി ഈ ഡിസ്കിൻ്റെ മുകളിലൊക്കെ ഓരോ സ്ലോട്ട്സ് ഉണ്ടാവും. ഈ സ്ലോട്ട്സിലായിട്ട് ഓരോ വെയിൻസ് കണക്റ്റഡ് ആണ്. ആൻഡ് വെയിൻസ് ആർ കണക്റ്റഡ് വിത്ത് എ സ്പ്രിംഗ് ലോഡഡ് ആയിരിക്കും. അതായത് ഈ വൈറ്റ് പോർഷനോട് കൂടുതൽ വൈറ്റ് പോർഷൻസിൽ ഓരോ സ്പ്രിംഗ് ഉണ്ടാവും. ഈ ബ്ലാക്ക് ആണ് എന്ത് പറയുന്നത്, വെയിൻ എന്ന് പറയുന്നത്. റൈറ്റ്. ഈ ബ്ലാക്ക് കളറിൽ കൊടുത്തതൊക്കെ വെയിനാണ്. റൈറ്റ്. ആൻഡ് ദെൻ ഈ വൈറ്റ് പോർഷനിൽ കൊടുത്തതൊക്കെ സ്പ്രിങ്സ്. വൈറ്റ് പോർഷനിൽ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും, സ്പ്രിങ് ഉണ്ടാവും. റൈറ്റ്. ഇനി അതുപോലെ ഇതിൻ്റെ വേറൊരു കമ്പാർട്ട്മെൻറ്റ്, ഇതിനൊരു ഇൻലെറ്റ് പോർട്ട് ഉണ്ടാവും, എന്തുണ്ടാവും, ഒരു ഔട്ട്ലെറ്റ് പോർട്ട് ഉണ്ടാവും. ഔട്ട്ലെറ്റ് പോർട്ടിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു റിസീവറും ഉണ്ടാവും. റൈറ്റ്. ഇത്രയാണ് ഇതിൻ്റെ മെയിൻ കമ്പോണൻസ് വരിക. എന്തൊക്കെയാണെന്ന്, ഒരു എക്സെൻട്രിക്കലി റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഡിസ്ക് ഉണ്ടാവും. ഡിസ്ക് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൈമറുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഷാഫ്റ്റിലായിരിക്കും. ആ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യും. റൈറ്റ്. ആൻഡ് കേസിങ്, ഒരു എയർ ടൈറ്റ് കേസിങ്ങിൻ്റെ ഉള്ളിലായിരിക്കും എന്തുണ്ടാകുക, ഈ ഡിസ്ക് ഉണ്ടാകുക. ഡിസ്ക് കേസിങ്ങിനെ സംബന്ധിച്ചിടത്തോളം എക്സെൻട്രിക്കലി ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. ക്ലിയർ. ഈ ഡിസ്കിൻ്റെ മുകളിൽ എന്തുണ്ട്, എ സെറ്റ് ഓഫ് സ്പ്രിംഗ് ലോഡഡ് വെയിൻസ് ഉണ്ട്. ഓക്കെ. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കിയാൽ, ഈ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, there will be a centrifugal force acting on these veins. ആ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കും, ഈ വെയിൻസ് ഔട്ട്വേർഡ് ഡയറക്ഷൻ അല്ലെങ്കിൽ പുറത്തേക്ക് ഔട്ട്വേർഡ് ഡയറക്ഷനിലേക്ക് പുഷ്ഡ് ആവും. ഔട്ട്വേർഡ് ഡയറക്ഷനിലേക്ക് എന്താവും, ത്രോ ആവും. ബേസ്ഡ് ഓൺ ഈ സ്പ്രിങ് ആക്ഷൻ കൂടിയുള്ളത് കൊണ്ട് എന്താവും, അപ്പോൾ മാക്സിമം എടുത്താൽ പോവും, ഇതിൻ്റെ സർഫസിൽ ഇത് ടച്ച് ചെയ്യുന്നവരെ പോവും അല്ലേ, ഇതിൻ്റെ സർഫസിൽ ഇത് ടച്ച് ചെയ്യുന്നവരെ. അപ്പോൾ ഇത് എക്സെൻട്രിക്കലി, ഓൾറെഡി ഡിസ്ക് ഈസ് റൊട്ടേറ്റിംഗ് എക്സെൻട്രിക്കലി. അപ്പോൾ ഓരോ പൊസിഷനിലും വരുമ്പോൾ എന്തായിരിക്കും, ഈ വെയിൻസിൻ്റെ ലെങ്ത്ത് ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. ഇത് സ്പേസ് കുറഞ്ഞ സ്ഥലത്താകുമ്പോൾ കുറച്ച് മാത്രമേ പുറത്തേക്ക് വരും, കൂടിയ സ്ഥലത്താകുമ്പോൾ കുറച്ചുകൂടി പുറത്തോട്ട് വരും. റൈറ്റ്. ഇങ്ങനെ ഒരു സ്പേസിനനുസരിച്ചായിരിക്കും വെയിൻ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വെയിൻസിൻ്റെ ഇടക്ക് കേസിങ്ങും വെയിനും തമ്മിൽ ഓരോ പോക്കറ്റ്സ്, എയർ ട്രാപ്പ് പോക്കറ്റ്സ് ഉണ്ടാവും. ഈ ഓരോ പോക്കറ്റ്സിൻ്റെയും ഏരിയ ഡിഫറെൻ്റ് ആയിരിക്കും. ഇനീഷ്യലി ഏരിയ കൂടുതലായിരിക്കും, ദെൻ കുറഞ്ഞു വരും. റൈറ്റ്. ക്ലിയർ അല്ലേ. ഇതിൻ്റെ റൊട്ടേഷൻ അനുസരിച്ച് എന്താ സംഭവിക്കുക, ഓരോ പോക്കറ്റ്സ് ക്രിയേറ്റഡ് ആവും. ആ പോക്കറ്റ്സിലേക്കായിരിക്കും എന്ത് വരിക, എയർ ട്രാപ്ഡ് ആവുക. ഇനീഷ്യലി ഇത് ഓപ്പൺ ആവുമ്പോൾ എന്താവും, ഇൻലെറ്റ് പോർട്ടിലൂടെ ഈ പൊസിഷനിലേക്ക് എയർ വരും. ദെൻ ഇത് ഡിസ്ക് ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്ത് വരും, ഇത് ഓരോ പോക്കറ്റ്സിലേക്കായിട്ട് സ്ക്യൂസ് ചെയ്ത് വരും, മൂവ് ചെയ്ത് പോകും. അടുത്ത ടോപ്പിലേക്ക് അടുത്ത പോക്കറ്റ്സൊക്കെ ആയിട്ട് റിമൂവ് ചെയ്ത് വരും. ക്ലിയർ. ഫൈനലി ഔട്ട്ലെറ്റ് പോർട്ടിൻ്റെ അടുത്തെത്തുമ്പോൾ എന്താവും, ഇത് പുറമേക്കോ. അപ്പോൾ ഇതിനുള്ളിൽ ഇതിൻ്റെ ഏരിയ കുറഞ്ഞു വന്ന് ഈ ഇതിനനുസരിച്ചിട്ട് സ്ക്യൂസിങ് ആക്ഷൻ, ഒരു ഇൻറ്റേർണൽ കംപ്രഷൻ ഉണ്ടാവും. ആക്ച്വലി അതിൽ നടക്കുന്ന ഒരു ഐസെൻട്രോപിക് കംപ്രഷനാണ്. ആ കംപ്രഷൻ പ്രോസസ്സ് നടന്നിട്ട് ഇത് ഒരു പാർഷ്യലി പ്രഷറൈസ്ഡ് ആകുന്നത് ഈ ഇൻറ്റേർണൽ കംപ്രഷൻ വെച്ചിട്ടാണ്. റൈറ്റ്. ആൻഡ് ദെൻ ഡെലിവറിയിലേക്ക് പോകും, റിസീവറിലേക്ക് ഡെലിവേർഡ് ആവും. ക്ലിയർ അല്ലേ. ഓക്കെ. ഇത് പറഞ്ഞ കാര്യം തന്നെയാണ്, ഒന്നുകൂടി എഴുതി വെച്ചതാണ്. വെയിൻസ് ആർ ഡിവൈഡഡ് ഇൻ ദ സ്പേസ് ബിറ്റ്വീൻ ടു റോട്ടർ ആൻഡ് കേസിങ്. റൈറ്റ്. സക്ഷൻ സൈഡിൽ എന്തായിരിക്കും, ലാർജർ ഏരിയ ഓഫ് ദ വെയിൻ ഉണ്ടാവും. ഡെലിവറി സൈഡിൽ സ്മോളർ ഏരിയ ഓഫ് ദ വെയിനും ആയിരിക്കും. റൈറ്റ്. ദെൻ വോളിയം ഈസ് റെഡ്യൂസ്. സ്മോളർ ഏരിയ നമുക്ക് എന്താവും, എയർ ട്രാപ്പ് ചെയ്ത് എയറിൻ്റെ വോളിയം റെഡ്യൂസ്ഡ് ആകുന്നതനുസരിച്ച് സ്ക്യൂസിങ് ആക്ഷൻ ബൈ പ്രഷറൈസ്ഡ്. ദിസ് ഹാഫ് ഓഫ് ദ ടോട്ടൽ പ്രഷറൈസിൻ്റെ ഹാഫ് നടക്കുന്നത് എങ്ങനെയാണ്, ഇൻറ്റേർണൽ കംപ്രഷൻ വഴിയാണ്. നെക്സ്റ്റ് ഹാഫ് നടക്കുന്നത് വെച്ചാൽ നമ്മൾ ഓൾറെഡി റൂട്ട് ബ്ലോവറിൽ എക്സ്പ്ലെയിൻ ചെയ്ത ബാക്ക് ഫ്ലോ ഓഫ് എയർ
എന്നുള്ള മെക്കാനിസം വഴി തന്നെയാണ്. അതായത് റിസീവറിൽ നിന്ന് വരുന്ന ഹൈ പ്രഷർ എയർ തിരിച്ച് ഒന്നുകൂടി എന്തിൻ്റെ ഉള്ളിലേക്ക് വരും, കേസിങ്ങിൻ്റെ ഉള്ളിലേക്ക് വന്ന് ആ പ്രഷറൈസേഷൻ കൂടി വന്നിട്ടാണ് ബാക്ക് ഫ്ലോ എയർ ഫെയർ മെക്കാനിസം നമ്മൾ റൂട്ട് ബ്ലോവറിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. അതേ മെക്കാനിസം വഴി എന്താണ് ഇതിൻ്റെ ഫർദർ കംപ്രഷൻ നടക്കുന്നത്. ക്ലിയർ? ഓക്കെ. സോ ഈ രണ്ട് മെത്തേഡിലൂടെയാണ് എന്ത് ഒരു വെയിൻ കംപ്രസറിൽ കംപ്രഷൻ പ്രോസസ്സ് എയർ കംപ്രസ്ഡ് ആയിട്ട് റിക്വയർഡ് പ്രഷറിലേക്ക് എത്തുന്നത്. ക്ലിയർ? സോ ഇതിൻ്റെ വർക്ക് ഡൺ നോക്കിയാൽ ഇനീഷ്യലി നമുക്ക് എന്താണ് ഇത് നോക്കും. ഇനീഷ്യലി P1 സക്ഷൻ പ്രോസസ് വന്നു. ദെൻ ഇത് കംപ്രഷൻ, ഇനീഷ്യലി ഇല്ല സ്ക്യൂസിങ് കംപ്രഷൻ. ഇവിടെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ ഇതിൽ നമ്മൾ ഈ ബാക്ക് ഫ്ലോ കംപ്രഷൻ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ഇതിൽ ഈ വെയിൻ കംപ്രസറിൻ്റെ കേസിൽ അത് മാത്രമല്ല ഇനീഷ്യലി ഉള്ള പാർഷ്യൽ കംപ്രഷൻ കൂടി കൺസിഡർ ചെയ്യണം. ദെൻ ഇനീഷ്യലി കംപ്രഷൻ, ദെൻ ദിസ് ഈസ് ഈ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് ബാക്ക് ഫ്ലോ ഓഫ് എയർ വഴിയിലെ കംപ്രഷൻ, ദെൻ ഡെലിവറി സ്ട്രോക്ക്. റൈറ്റ്? സോ പ്രോസസ് 1 to 2 നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ഐസെൻട്രോപിക് കംപ്രഷനായിട്ടാണ്. P1 പ്രഷറിൽ നിന്ന് P2ലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ V1 വോളിയത്തിൽ നിന്ന് കംപ്രസ്ഡായി V2ലേക്ക് എത്തുന്നത് ഒരു ഐസെൻട്രോപിക് കംപ്രഷനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇതിൻ്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഈ ഡയഗ്രാം നമ്മൾ എവിടെയും കണ്ടായിട്ട് ഓർക്കുന്നുണ്ടോ? ഇത്രയും പോർഷൻ ഇത് നമ്മൾ 5th മൊഡ്യൂളിൽ പറഞ്ഞ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ, സിംഗിൾ സ്റ്റേജ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിൻ്റെ സെയിം ഡയഗ്രാമാണ്. റൈറ്റ്? സോ വർക്ക് ഡൺ എന്തായിരിക്കും? സിംഗിൾ സ്റ്റേജ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിൽ വന്ന അതേ വർക്ക് ഡൺ ഇക്വേഷൻ ആയിരിക്കും വരിക. W1 to 2 എന്ന് പറയുന്നത് ഗാമ ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു P1 V1 ഇൻറ്റു P2 ബൈ P1 ഓൾ റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ മൈനസ് 1 ആയിരിക്കും. റൈറ്റ്? ഇനി 2 to 3 എന്ന് പറയുന്നത് ബാക്ക് ഫ്ലോ ഓഫ് എയർ കൊണ്ടല്ലേ, ബാക്ക് പ്രഷർ ഓൾറെഡി കംപ്രസ് ചെയ്ത എയർ കൊണ്ടുള്ള കംപ്രസ് ചെയ്ത എയറിൻ്റെ അതുകൊണ്ടുള്ള പ്രഷർ കൊണ്ടുള്ള ഒരു ബാക്ക് പ്രഷർ കൊണ്ടുണ്ടാകുന്ന കംപ്രസേഷൻ പ്രോസസ്സ്. അത് നടക്കുന്നത് കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സിലാണെന്ന് നമ്മൾ പറഞ്ഞു. മുമ്പേ റൂട്ട് ബ്ലോവർ പറയുമ്പോൾ പറഞ്ഞാണ്. സോ അതിൻ്റെ വർക്ക് ഡൺ എന്ത് വരും? W2 to 3 എന്ന് പറയുന്നത് V2 PV ആയിരിക്കും, ഏരിയ ഓഫ് ദിസ് പോർഷൻ. സോ എന്ത് വരും? P3 മൈനസ് P2 ഇൻറ്റു V2 വരും. P3 മൈനസ് P2 ഇൻറ്റു V2. സോ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഗാമ ബൈ ഗാമ മൈനസ് 1 ഇൻ P1 V1 ഓൾ റേസ് ഇൻറ്റു P2 ബൈ P1 ഓൾ റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ മൈനസ് 1 പ്ലസ് V2 ഇൻറ്റു P3 മൈനസ് P2 വരും. ഇത് ഇൻറ്റു ഒരു ഫാക്ടർ കൂടി വരും, എക്സ്. എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് വെയിൻസ് ആയിരിക്കും. ക്ലിയർ? എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് വെയിൻസ് ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് നമ്പർ ഓഫ് വെയിൻസ് ഇൻറ്റു ഗാമ ബൈ ഗാമ മൈനസ് 1 P1 V1 ഇൻറ്റു P2 ബൈ P1 ഓൾ റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ മൈനസ് 1 പ്ലസ് V2 ഇൻറ്റു P3 മൈനസ് P2 വരും. ഓക്കെ? ഇത്രയാണ് എന്ത് ടോട്ടൽ വർക്ക് ഡൺ ഫോർ എ വെയിൻ കംപ്രസർ.